കുക്ക് ചെയ്യാൻ പോണ് ചിക്കൻ പൊരിക്കേ ചിക്കൻ ചൂടാനല്ലേ പോണ് റെഡിയാ ഒരു മിനിറ്റ്. ഹായ്, എല്ലാവർക്കും രസികർ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിന്നും പാറുമാണ്. മിന്നും പാറു എന്ന് വന്നേക്കുന്നതിനാണ് ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായി എന്നോട് പറയുന്നു, മാമ ഞങ്ങളുടെ ഒരു വീഡിയോ ഒരെണ്ണം കൂടി ചെയ്യണം. ഇവരെ രണ്ടാളും പരിചയം ഉണ്ടാവും. ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് ഭയങ്കര സാഹസികമായിട്ട് മീൻ പിടിച്ചുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണത് ചിക്കൻ ചൂടാണ്. ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ മിന്നോ ഇങ്ങോട്ട് നോക്ക്, ഞാൻ അങ്ങോട്ട് നോക്കണ്ട. നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ട്. നല്ല എരിവുള്ള മസാല ഉണ്ടാക്കണം. എരി കുറഞ്ഞത് മതിയോ? അതെ, മാമനുള്ളത് 2 കഷ്ണം എരി കുറഞ്ഞത് എനിക്ക് രണ്ടാമത്, ബാക്കിയെല്ലാം എരി കൂടിയത്. അങ്ങനെ മതിയില്ലേ? ഇവ 2 എനിക്ക് പോരെ, ബാക്കിയെല്ലാം മാമ കഴിക്കും. 2 വേണം 4 വേണം? 4 വേണം. അപ്പോൾ ബാക്കി മാമനെ കഴിക്കാൻ 2 ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര മുളക് വേണം, എത്ര മഞ്ഞപ്പൊടി വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതേമാതിരി നമ്മൾ ഇടുന്നു. എന്നിട്ട് നമ്മളത് മസാലയൊക്കെ കൂട്ടുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ചുടുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് കാണാം. നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കണം. അപ്പോൾ നമ്മളതിൽ തൈര് എടുത്തിട്ടുണ്ട്. ഇതെന്താ ആദ്യം മുളക് പൊടിയാണ്. കുറച്ച് മുളക് പൊടി മതിയില്ലേ? കുറച്ചെടുത്തിട്ടുള്ളൂ. ഇത് മുഴുവൻ ഇട്ടാലോ? 4 കഷ്ണം ചിക്കനല്ലേ ഉള്ളൂ. കേട്ടു. ഇനി അതാ മഞ്ഞൾപ്പൊടിയാണ് കേട്ടേ. സ്പീഡില്ല. ഇനി നമ്മൾ എന്തെടുത്തേക്കണം അറിയോ? അൽഫാം ഉണ്ടാക്കണം മസാല ഉണ്ട്. അൽഫാം മസാല ടേസ്റ്റ് ആയിക്കോട്ടെ. ഇനി നമുക്കതാ കുരുമുളക് പൊടി കുറച്ച് മതില്ലേ? ഇടാ. ഇനി എരി കൂടുതലാണെങ്കിൽ മാമ കഴിച്ചോളൂ, നിങ്ങൾ കഴിക്കണ്ട. നമ്മളിതിൻ്റെ കൂടെ എന്താ കഴിക്കുക? ചിക്കൻ ചുട്ടേൻ്റെ കൂടെ കുബൂസ മതിയാ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, മുളക് പൊടി ഇട്ടുണ്ട്, പിന്നെ എന്താ ഇരിക്കുന്നത്? കുരുമുളക് പൊടി ഇട്ടുണ്ട്, പിന്നെ അൽഫാം മസാല ഇട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ ഉണ്ടായിരിക്കണം? ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ആയി ഇത്ര മതിയാ? കുറച്ച് വിട്ടാലോ? ഇത് എങ്ങനെയായാലും ഇതിൻ്റെ ഉത്തരവാദികൾ ഇവർ രണ്ടാളുണ്ട്. അവർ പറയണം അത്ര എടുക്കുക. തൈര എന്നാ തൈര് വയ്ക്കണം? പിന്നൊന്നും പറയില്ല. എത്ര മതിയാ? എന്ന് പറഞ്ഞാൽ എത്ര ഇട്ടാ? അങ്ങനെ മിക്സ് ചെയ്തു. ഇതിൽ നാരങ്ങ നീര് വയ്ക്കണ്ടേ? നാരങ്ങ കൂടെ ഇട്ടാ പറയണം. ഒന്നുകൂടി ഇടാൻ പറയാം, പിടിച്ചോക്കാൻ. കുരു വേണം, നാരങ്ങയുടെ കുരു വേണമല്ലേ? അതെന്തിനാ മുളയ്ക്കാൻ? കൈ കൊണ്ടല്ലേ ഇളക്കേണ്ടത്. നിങ്ങൾ കൈ കഴുകില്ല. വേണ്ട, കുളിച്ചതല്ലേ ഒന്ന്. ആ കുളിച്ചപ്പോൾ കഴിക്കില്ലേ? മതി. നമുക്ക് ആദ്യം സ്പൂണുണ്ട് വെക്കാം. കൂടുതൽ എരിവുണ്ടാവും. മാമ കൈ ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെല്ലാ മസാലയും കണ്ടാ നന്നായി കുഴച്ച് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. മണമുണ്ടാ? എന്നവരോട് പറയും ശരിക്കും മണമുണ്ട്. അപ്പോൾ നമ്മളേ കണ്ടാ ഇത്ര ചിക്കൻ എടുത്തേക്കുന്നുണ്ടാ. നമുക്ക് കഴിക്കാനുള്ള ആകെ 4 കഷ്ണം. നന്നായി കഴിക്കാനുള്ള 4 ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് കഴിക്കാനുള്ള എനിക്ക് മസാല ഇങ്ങനെയൊക്കെയാ കൂടിയ ഇളക്കി വെക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കൈ കഴിക്കില്ല. കുളിച്ചപ്പോൾ കഴിക്കല്ലേ? എനിക്കറിയാം. ഇനി നിങ്ങളെ കൈ കൊണ്ടൊന്ന് ഇളക്കി വയ്ക്കുക. വെള്ളം കയറ്റിക്ക്. നോക്കട്ടെ. അങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ടേ ഇങ്ങനെയല്ല, ഒരു കഷ്ണം എടുത്തിട്ട് കണ്ട ഇത് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട്
കഷ്ണത്തിൽ ഞങ്ങൾ നല്ല മസാലയൊക്കെ ആക്കിയിട്ട് നല്ല രസത്തിലൊക്കെ കേട്ടോ. മണലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മണലിൽ ടോക്ക് തരിഞ്ഞ് പോരെ. അടിപൊളിയായിട്ട് അറിയാലോ. അപ്പോൾ ഗൈസ് ആരും ഇത് അനുകരിക്കരുത് അല്ലേ, ചെറിയ കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാമനെ വിളിച്ചാൽ മതി. ഏതെങ്കിലും കുട്ടികൾക്ക് കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം മാമനെ വിളിക്കല്ലേ, എല്ലാവരും മാമനെ വിളിക്കുക, മാമൻ്റെ കൂടെ കുക്ക് ചെയ്യാം. ഈ കൈ എന്താ ഉണ്ട്, ഇത് അടുപ്പിൽ വെച്ചാൽ നമുക്ക് ചൂടാൻ. അപ്പം നോക്കിയാ ശരി, രണ്ടാൾ കാലും മാത്രം കൂടുതൽ അല്ല പീസ് എനിക്കാണേ അല്ലേ. ആ പാവല്ലേ, കൈയിട്ടോ കൈയിട്ടോ നോക്കിയാ ഞാൻ നോക്കിയാലോ. അയ്യോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു അടുപ്പ് കഴിക്കും അല്ലേ. നമ്മൾ കല്ലൊക്കെ എടുത്ത് തുറന്ന് സെറ്റാക്കി അല്ലേ, വേറെ ആരും നമ്മൾ താഴ്ചയില്ലേ, നമ്മൾ മൂന്നാളും അങ്ങനെ നമ്മൾ മിന്നൂനും പാറുവിനും ചിക്കൻ ചുടാൻ വേണ്ടി പുതിയ ഗ്രില്ലറിന് മേടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നെറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ചുടാറ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിപ്പോൾ ഇവർക്കായതുകൊണ്ട് നമ്മൾ പുതിയ തന്നെ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൈസ പറഞ്ഞു ചൂട്. അപ്പോൾ നമുക്കിതിൽ തീ കത്തിച്ചിട്ടേ സെറ്റാക്കാം കനലൊക്കെ, എന്നിട്ട് നമുക്ക് ഇതും വയ്ക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ ചിക്കൻ റെഡി വരും, മസാല കൂടി ഓക്കെ. അപ്പോൾ നമ്മളിതിലേ കുറച്ച് ചിരട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കർപ്പൂരം വെച്ച് കത്തിക്കാം. ആരെ കത്തിക്കുന്നത്? എന്നാൽ കത്തിക്കും, അവൻ്റെ കൈ കത്തിക്കരുത് കേട്ടാ. അയ്യോ ഓക്കെ, ഇത് കനലാവട്ടെ. മാറിക്ക ടീം നമ്മൾ കളിക്കാൻ പാടില്ല, ഇതൊന്നും ഉടയ്ക്കരുത്. ചെറിയ കുട്ടികൾ ടീം കളിക്കാൻ പാടില്ല പറഞ്ഞേ. കൈമ കളിച്ചെന്നുണ്ടാവും, ഇതുമാതിരി കൈ പൊള്ളും കണ്ടാ, പൊള്ളി വെച്ചിട്ടുണ്ടാ. അങ്ങനെ നമ്മുടെ കല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ല് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചിക്കൻ ചൂടുന്നത് അല്ലേ. നല്ല ചൂടുണ്ട് ഇവിടെ, കൈ വെച്ച് നോക്കുമ്പോൾ ചൂടില്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോ കഷ്ണം എടുത്തിട്ട് ഇത് വയ്ക്കാം. എല്ലാം ഈ പിരിച്ച് നോക്കാം, ഓരോന്നിട്ട് വെച്ചേക്ക് കറക്റ്റായിട്ട്. അതെ കറക്റ്റായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് വെക്കാം. മാമച്ച എത്ര ഗ്യാപ്പിട്ട് നോക്കിയാ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട് കാണിച്ചത്ര ക്യാമറയിൽ ഓക്കെ ഉണ്ടല്ലേ. ഇനി നമുക്ക് തടച്ചിട്ട് അടുപ്പിന് വേണ്ടി എടുത്ത് വെച്ചാലോ. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ചിക്കൻ ചുടുന്ന സംരംഭത്തിൽ ഞങ്ങൾ അടുപ്പിൻ്റെ മേലേക്ക് വയ്ക്കുകയാണ്. ആ വിഷമം കാണാൻ പറ്റും അടുത്ത വെക്കട്ടെ. എന്തായി കുറേ നേരം ഇരിക്കണം, എത്ര നേരം വെക്കണം? കുറച്ചേരം വെക്കണം അല്ലേ. ഇത് രണ്ടാൾ കൊതിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചിക്കൻ ചുട്ട ആദ്യത്തെ കഷ്ണമാണ്, നമുക്കൊന്ന് വീശി കൊടുത്താലോ. വീശണത് വരട്ടെ. എങ്ങനെ വന്നു? അല്ല അവന് മേടിച്ചറിയാം. അതെ മണ്ണ വീശണത് അടി 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 ഞാൻ വിളിക്കാം. അതെ നമ്മളെ എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കിയതാ, ആറും മണ്ണിട്ടിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. നമുക്ക് തിരിച്ചു വെച്ചാലോ, മണ വരുന്നുണ്ടാ. തിരിച്ചു വെച്ച് നോക്കിയാലോ. തിരിച്ചു വെച്ച് നോക്കാം, എന്നിട്ട് പിന്നെ തിരിക്കാം ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തിരിച്ചു വെക്കാൻ പോണ്. ഞങ്ങൾക്ക് കുക്കിംഗ് അറിയില്ല, ഞങ്ങൾ രണ്ടാളും കുക്കിംഗ് അറിയാത്ത മണ്ടന്മാരാണ്, മണ്ടത്തികൾ രണ്ടാളും കേട്ടോ. എനിക്കറിയണതാണ് അല്ലേ. ആ ഓക്കെ അവൻ കുറച്ചുകൂടെ ആവണ്ട്. ഇങ്ങോട്ട് മാന്തല്ലേ ഈ കുറഞ്ഞ പറു ഇവിടെ എന്താ വെളുത്ത് കഴിയാ. അത് ശരി ഓക്കെ കുറഞ്ഞല്ലേ.
കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കിട്ടോളെ. അങ്ങനെ കഴിഞ്ഞ് ആ തിരിച്ചാൽ എടുക്കല്ലേ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ രണ്ടാളെ പോയി എന്നെ ഇവിടെ എത്തിയിട്ട് അതിൻ്റെ ഇടയിൽ വരും ചോറിടാൻ പോയിരിക്കുന്നു അല്ലേ വിസ്മത്ത. ഒരട്ടി പിടിച്ചാ നമ്മുടെ ചിക്കനായിട്ടുണ്ട്. എടുത്തോക്കട്ടെ നമുക്ക്. എടുക്കാൻ കിട്ടുന്നില്ലേ? കഴിഞ്ഞു കേട്ടോ. നിങ്ങളുടെ ലെഗ് പീസ് അവിടെ ചിലതൊക്കെ കരിഞ്ഞു പോയില്ല. പറവോ വെട്ടി തീ കൂടിയതാ. പറ ലെഗ് പീസൊക്കെ ഇങ്ങനെ കിട്ടിയത്. അയ്യോ ഇത് നിങ്ങൾ ചോറിന പോയായിരുന്നു കേട്ടോ. പിന്നെ പറ്റിച്ചിട്ടോട് ചോറിന പോയി. എവിടെ ഇതാ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ചിക്കനും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോട്ടെ. അപ്പോൾ നമ്മളേ സാത്തുകളൊക്കെ വന്നിട്ട് നമ്മൾ ചിക്കൻ മുറക്കാരനും തന്നെയല്ലേ ചുട്ടക്കാരനും. നമ്മളെന്തൊക്കെ കഴിക്കാന്ന് പറഞ്ഞതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അത് 2 മേടിച്ചിട്ടുണ്ട്. കുറേശ്ശെ വെച്ചിട്ടേ നമുക്ക് ഓരോ കഷ്ണം കഴിച്ചോക്കാം. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഒരു പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. ഓക്കെ അത് കഴിച്ചോക്കാം. അവിടെ ചോദിച്ചു ചൂടില്ല ചൂടില്ല. അതൊന്നുമില്ല. ചോട്ടെ അങ്ങനെ അറിയാം. കറക്റ്റ് മയോണൈസ് അടിപൊളി അല്ലേ? ടൊമാറ്റോ സോസ് അടിപൊളി അല്ലേ? ചിക്കൻ കണ്ട് ചിക്കനിൽ പൂജിട്ട് അല്ല ടേസ്റ്റ് ഇല്ലേ? കുറച്ച് കഴിഞ്ഞൊരു ടേസ്റ്റ് ഇല്ലേ? കുഴപ്പമില്ലല്ലേ? നമുക്ക് ഇനി അതെല്ലാവരും കൂടി കഴിച്ചോട്ടാ. കുബൂസ് കഴിച്ച് കഴിക്കാം. കഴിച്ചിട്ട് പറയും അഭിപ്രായം കണ്ട്. അല്ല ഗൈസ് പറയും എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ ചുട്ടത്? എങ്ങനെയുണ്ട് നമുക്ക് പിന്നെ പറഞ്ഞാൽ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. എന്നോട് പറയും ചിക്കൻ ചുട്ടത് സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? ഇനി വേറെ പറഞ്ഞേ. അപ്പോൾ കുറച്ച് കരിഞ്ഞു പോയിട്ടുള്ള നല്ലൊരു സൂപ്പറായിട്ടുണ്ട്. കരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഞങ്ങളിത് കഴിച്ച് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്യരുത് അല്ലേ? ഓക്കെ ബൈ പറയും. ബൈ. അങ്ങനെ